ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ കോറ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കോറ എന്ന് പറയുക, ത്യാഗി എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ രാവിലെ. ഇനിയിപ്പോൾ അത് വൈകുന്നേരം അരച്ചെടുത്തിട്ട് കുറുക്കുണ്ടാക്കിയെടുക്കുക കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് അരി കുതിർത്ത് വെച്ചിരുന്നു. അരി ഉഴുന്നും ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് 2 ദിവസത്തിനുള്ളതാണ് അരച്ച് വെക്കണത്. പിന്നെ നാളേക്കും മറ്റന്നാളേക്കും ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം ദോശ ഉണ്ടാക്കിയാൽ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ 2 ദിവസത്തിനാണ് അരച്ച് വെച്ചാൽ പിന്നെ ഒരു ദിവസം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലാണ് വെച്ചാൽ 2 ദിവസം നമുക്ക് കടിയായി കേട്ടോ, രാവിലത്തെ കടികളായി. അപ്പോൾ അതിന് ശേഷം പിന്നെ വാഴക്ക കൂട്ടാൻ വെക്കണം, കറി വെക്കണം കേട്ടോ. ഉച്ചക്ക് മുരിങ്ങാക്കറി ചെയ്യുന്നു. അപ്പം അത് രാത്രിക്ക് ഇല്ല. അതുകൊണ്ട് പച്ചക്കായ ഉണ്ടല്ലോ, കൂട്ടാൻകായ എന്നത് ഉപ്പേരിയൊക്കെ വെക്കണേ, അതുകൊണ്ട് കറി വെക്കണം. അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇതിട്ട് വെച്ചാൽ എൻ്റെ കറയൊക്കെ പോകും കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചാൽ ഇതിൻ്റെ കറയൊക്കെ പോകും. പിന്നെ നമുക്ക് കറിയോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഒരേ ഒരു കായ മാത്രമാണ് ഞാൻ കറിക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് വൈകുന്നേരം കറി വെച്ചാൽ നാളെ ഉച്ചക്കിൽക്കും കൂടി ഈ കറി ഉണ്ടാവും കേട്ടോ. വൈകുന്നേരത്ത് വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. രാവിലെ സമയവും ഉണ്ടാവില്ല, പിന്നെ ഒരു മൂഡും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം എടുത്തത് വീഡിയോ. ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം പുളി മേടിച്ചിട്ട് തന്നെ അല്ല കേട്ടോ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പുളിയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. മോരുള്ള സമയത്ത് മോര് കറി വെക്കും. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മാങ്ങ ഇട്ടിട്ടൊക്കെ കറി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുളി അങ്ങനെ കുറേ നിന്നു. ഇനി അത് ഫുള്ള് കഴിഞ്ഞിട്ട് വേണം മേടിക്കാൻ. പിന്നെ തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ ചിരവുന്നതിന് പകരം ഇങ്ങനെ കത്തി കൊണ്ട് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യൽ. ചിരവൊക്കെ എണ്ണ എടുത്ത് വെച്ചതാണ് അവിടെ. ചിരവൊന്നും എടുക്കാറ് തന്നെ ഇല്ല. ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, അത് റിസ്ക് ഇല്ലല്ലോ. ചിരവണത് ഒരു പണിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിരവാൻ നിൽക്കാറില്ല കേട്ടോ. അധികവും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. മിക്സി കണ്ടതാണെങ്കിൽ പിന്നെ ചിരവണമൊന്നുമില്ല. അങ്ങനെയൊക്കെ എടുത്തിട്ട് സുജാതിൻ്റെ മിക്സി ആണെങ്കിലൊക്കെ നല്ലോണം അരയും കേട്ടോ. ഇങ്ങനെ എടുത്താലും മതി. ഇങ്ങനെ തേങ്ങ ആക്കിയിട്ട് അരച്ചെടുത്താൽ നല്ലോണം അരയും കേട്ടോ. നമ്മളെ മിക്സി വീഗാർഡിൻ്റെ മിക്സിയാണ്. വലിയൊരു മെച്ചമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതിലിങ്ങനെ അരച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ജീരകവും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അത് അരിഞ്ഞ് കിട്ടുമ്പോഴേക്ക് നമ്മൾ കറിക്കുള്ള തക്കാളി അരിഞ്ഞെടുക്കുകയാണ്. പുളി ഇടുന്നുണ്ടെങ്കിലും കുറച്ച് തക്കാളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതുപോലെ പുളി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നീളം എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പെരണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കർ വിസിലടിക്കുക. അതന്നെ, ഇത് നല്ലോണം വെന്ത് കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കൂട്ടാൻ എന്തായാലും കറിയിൽ വെന്ത് തുടങ്ങിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ കഷ്ണങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും അല്ലേ. ഇവിടെ അങ്ങനെ കേട്ടോ, മക്കളൊക്കെ കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കും. അതുകൊണ്ട് നല്ലോണം ചതച്ചെടുക്കും കേട്ടോ ഞാൻ. അപ്പോൾ രാഗി കുറുക്കുണ്ടാക്കിയതിൽ ഒരു ശർക്കരേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉരുകാതെ അതിലങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതതിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചു. ഇനി നാളെ ഉണ്ടാക്കുമ്പോൾ അതിൽക്കിടാലോ വിചാരിച്ചിട്ട്. പിന്നെ അത് അരിച്ചിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് ഓലിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഓലാണെങ്കിൽ അരിക്കാതെ ആകുമ്പോൾ അതിൻ്റെ പാടൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അത് കുടിക്കൂല. അങ്ങനെയൊക്കെ കുറേ നോട്ടങ്ങളാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേ പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അത് പിന്നെ ഏത് സമയത്തുള്ള പണിയാണ്, ഒരു ഒഴിവില്ലാത്തൊരു പണിയാണ്. സിങ്ക് എപ്പം നിറഞ്ഞിരിക്കണുണ്ടാവും. എന്തെങ്കിലും ഒരു പണിയെടുത്താൽ അപ്പോൾ പാത്രങ്ങൾ പരക്കും. അങ്ങനെ കുറേ കഴുകാനാവും. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ അപ്പം തന്നെ കഴുകി വെച്ചാൽ ആ പണി അങ്ങോട്ട് കഴിയും. പിന്നെ വലിയ റിസ്ക് ഉണ്ടാവില്ലല്ലോ.
നമ്മളിങ്ങനെ കൂട്ടിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ നല്ല പണിയാണ്. അപ്പം അതുകൊണ്ട് ആവണത് അപ്പുറക്കപ്പുറം കഴുകി വെച്ചാൽ ആ പണിയാണ് കഴിഞ്ഞു കിട്ടും. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അപ്പം അതൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അടിച്ചത് പാർന്നു കൊടുക്കുക. കുക്കറിൽ നിന്ന് അത് മാറ്റിയത് കുക്കറിൽ നമ്മൾ ദോശമാവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ തേങ്ങ അടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചുവറ്റി പാർന്നിട്ടുണ്ട്. മിനി കുക്കറിലേക്ക് നമ്മളുടെ ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സിയൊക്കെ തുടച്ചെടുക്കുക. മിക്സിയിൽ വെള്ളം പാർന്ന് വയ്ക്കുകയൊന്നും ചെയ്യരുതേ. അപ്പോൾ ദോശമാവ് കറക്റ്റ് ആവില്ല, ലൂസായി പോവും. അപ്പോൾ ദോശ റെഡി ആവില്ല കേട്ടോ. എന്നിട്ടിത് കയ്യോണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലോണം മടച്ച് പൊങ്ങി വരും കേട്ടോ. ഞാനിതിൽ അപ്പസോഡൊന്നും ഇടലില്ല. നമ്മൾ അരി കഴുകിയിട്ട് കുതിർത്ത് വെക്കൂലേ, ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പം നല്ലോണം ദോശ റെഡിയായി കിട്ടും. പിന്നെ അപ്പസോഡൊന്നും ചേർക്കലില്ല, വേറെ ഒന്നും ചേർക്കലില്ല. ഒരു ഉപ്പിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ കൊണ്ട് അടച്ച് വെച്ചാൽ രാവിലേക്ക് നല്ല ദോശമാവ് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കാം. ഈ മാവ് കൊണ്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ നാളെ ദോശ ഉണ്ടാക്കിയാൽ മറ്റന്നാൾ ഇഡ്ഡലി ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികൾ അങ്ങനെ കഴിഞ്ഞു. ഇനി നാളെ വേറൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.